ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പരോളിൽ ഇറങ്ങിയ ഒരു കുറ്റവാളി ആ കുറ്റവാളി റീൽസ് ചെയ്യുന്നു. അതുപോലാണ് എല്ലാവരുടെയും പ്രതികരണം. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ രഹസ്യം ഒരു ബോണ്ട് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. ഫാമിലി ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അതാണ് ഏറ്റവും മെയിൻ കാര്യം. ഈ നെഗറ്റീവ് പറയുന്നവരുടെ കാര്യം പോലെ അവര് പറയുന്നതല്ലല്ലോ സത്യം. ഇവരുടെ ഫാമിലി ആണേലും അമ്മു ആണേലും വൈഫാണേലും നല്ല സപ്പോർട്ടാണ് എനിക്കും പ്രതീക്ഷയും അഭിനയിക്കാൻ. അപ്പം നല്ല രീതിയിൽ അങ്ങനെയാണ് വർക്കൗട്ട്. പ്രൊജക്ട് മൂവിയാണ്. മൂവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വേഷമുണ്ട്. അപ്പോൾ നല്ലൊരു റോളാണ് ഇതിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിലൊരു കോംബോ ആയിട്ട് നല്ലൊരു എന്താ പറയാ, ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളും എല്ലാം വരുന്നുണ്ട്. ഷായി ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ഉപ്പുമുളകത്തെ നീച്ച ആ ചേച്ചി ഉണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റാണ്, ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്നൊരു ഫിലിമിലേക്ക് ചാൻസ് കിട്ടിയ വലിയൊരു ഭാഗ്യം. അതാണ് പുതിയ പ്രൊജക്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു മൂവിയുടെ പൂജയായിരുന്നു, അതിലും നല്ല കാര്യമാണ്. ആ ഒരു നല്ലൊരു മൂവിയായിരുന്നു, അതിൽ കിട്ടിയിട്ടില്ല. നമ്മുടെ പൂജയ്ക്ക് വരുന്ന മൂവിയിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയത്. ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് നമ്മൾ എന്താ പറയാ, നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി. ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഓരോ എന്താ പറയുക മേഖലയിലും ഞങ്ങളുടെ ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാവരോടും ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള സാധാരണ വളർന്നു വരുന്ന കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങളിൽ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് നമുക്ക് കമന്റായിട്ട് നല്ല മനുഷ്യന് തരുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരോടും നന്ദി. ഞാൻ എന്നും പറയുന്ന പോലെ ഓരോ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഓരോന്നും നമ്മൾ എന്തായാലും നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, എല്ലാം സ്വീകരിക്കുന്നു. എല്ലാവരോടും സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് ടിക്ടോക്ക് അതുപോലെ തന്നെ മ്യൂസിക്കിൽ അങ്ങനെ വീഡിയോ അത് പെട്ടെന്ന് നമുക്കൊരാളിനെ അറിയണമെങ്കിൽ ഭയങ്കര പാടായി ഒരു സോഷ്യൽ മീഡിയയിൽ. ചേച്ചി ശരിക്കും പറയണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി പെട്ടെന്ന് വളർച്ച തന്നെ പെട്ടെന്നായിരുന്നു, അത്രമാത്രം ക്ലിക്കായി. പിന്നെ ആള് അതിനനുസരിച്ചിട്ടുള്ള ആദ്യമൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നെങ്കിലും പിന്നെ അല്ലേ ഫാസ്റ്റ് സുചേട്ടനായിട്ട് മറ്റേ അതിൽ ഫ്ലവേഴ്സിൽ വന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആയിരുന്നു. ആ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര സൈലന്റ് ആയിട്ട് നാടൻ പെൺകുട്ടി ആ ഒരു ലെവലിലായിരുന്നു വന്ന്. അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഒരു അപ്ഗ്രേഡ് വന്നു. ആള് മൊത്തത്തിൽ നല്ല സ്ട്രോങ് ആയി ഒരു അയൺ ലേഡി ലെവൽ. അല്ല പ്രതീക്ഷ, അത് സംബന്ധിച്ച് നമുക്കൊരു പ്രശ്നം നമുക്കൊരിത് വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഓരോ പെണ്ണുങ്ങൾ ഓരോ സ്ത്രീകൾക്കും ഉള്ളില് തന്നെ ഒരു ധൈര്യം ഒപ്പം വന്നിരിക്കും. അല്ല, ഞാൻ ചേച്ചിനെ കണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ സുധിച്ചേട്ടൻ ഉള്ള മുമ്പില്ലേ പറഞ്ഞാൽ ചേച്ചി സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് ചേച്ചി ഭയങ്കര സൈലന്റും ഭയങ്കര മോഡേൺ അല്ലാണ്ട് ട്രഡീഷണൽ ലെവലായിരുന്നു. അല്ല അതിനുശേഷം ചേച്ചി ഭയങ്കര ബോൾഡായി. അവരുടെ ലൈഫ് കറക്റ്റ് എങ്ങനെ കൊണ്ടുപോകണം, ഒരു ഫാമിലിനെ എങ്ങനെ കൊണ്ടുപോകണം നോക്കണൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി മുമ്പത്തെ കാട്ടിക്കും. അല്ല പ്രതീക്ഷ, ഞാൻ അന്ന് നാടൻ രീതിയൊന്നും അല്ല. അതന്ന് ഞാൻ ആ സ്റ്റാർ മാജിക്കിൽ പോയപ്പോഴത്തേന് സുധിച്ചേട്ടൻ തന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. അങ്ങനെ നാടൻ രീതി, അല്ലാതെ മോഡേൺ രീതിയിൽ ആളുടെ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ഡ്രസ് ചെയ്യാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു എന്താ പറയുക ബോൾഡ് ഇല്ലേ, ഒരു ബോൾഡ് പ്രതീക്ഷ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആരും തുണയില്ലാത്ത ഒരു സ്ത്രീക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബോൾഡ്നെസ് വന്നിരിക്കും. അനുഭവമാണ് അവരെ ഇങ്ങനെ ആക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞ് വരുന്നതല്ല. ഉള്ളിലൊരു എന്താ പറയാ, ആരുമില്ല, എല്ലാവരും അല്ലെങ്കിൽ കാണുന്നവരെല്ലാം ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോൾഡ്നെസ് അത് വന്നിരിക്കും. അങ്ങനെ വരുന്ന ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ തീർന്നത്. നമ്മൾ പണി ഇതൊക്കെ ഇത്രയും കേട്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങൾ വല്ലതും ആയിരിക്കണം, ഒന്നെങ്കിൽ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചക്കാന്, അല്ലെങ്കിൽ പണി നിർത്തി വീട്ടിൽ ഇരുന്നേനെ. തെണ്ടിയാണല്ലോ ഞങ്ങൾ. അതായത് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൈസ തരുമോന്ന് ചോദിച്ചാണ് ജീവിച്ചത്. ചേച്ചിയാണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. എന്തൊക്കെ കേൾക്കുന്ന ചേച്ചി കേട്ടതുപോലെ എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി കേട്ടതുപോലെ കേരളത്തിൽ എനിക്ക് തോന്നില്ല ഒരു പെണ്ണുങ്ങൾ ഭർത്താവും വെച്ച ഒരു പെണ്ണുങ്ങൾ കേട്ടു. കാരണം എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്നത് വെക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, അതായത് ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പരോളിൽ ഇറങ്ങിയ ഒരു കുറ്റവാളി ആ കുറ്റവാളി റീൽസ് ചെയ്യുന്നു. അതുപോലാണ് എല്ലാവരുടെയും പ്രതികരണം.